ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ വലിയ സംഭവമൊന്നുമല്ല. ഈ ഡബിൾ എക്സ്പോഷർ ആണ് സംഭവമല്ലേ. ഏതായാലും ഞാനത് ട്രൈ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണിത്. എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. ഓൾറെഡി ഞാൻ എൻ്റെ ഫോട്ടോ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു സോളിഡ് കളർ ആഡ് ചെയ്യാണ് ഒരു ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട്. ഇതെപ്പോൾ വേണമെങ്കിലും അതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇനി അടുത്ത ഇതിലേക്ക് വേണ്ട ഇമേജിനെ ഇമ്പോർട്ട് ചെയ്തതിനു ശേഷം അതിൻ്റെ ബ്ലെൻഡിങ് ഓപ്ഷൻ സ്ക്രീൻ മോഡിലേക്ക് മാറ്റി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കിയിട്ട് ഇത് സൂട്ടാവുന്ന രീതിയിൽ ഇതിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്ലേസ് ചെയ്തു. അതിനുശേഷം സബ്ജക്റ്റ് ലെയറിൻ്റെ ഒരു സെലക്ഷൻ എടുത്തിട്ട് ആ ഒരു ഓവർലേക്ക് മാസ്ക് കൊടുക്കുക. ആ മാസ്കിനെ ഞാനൊന്ന് ബ്രഷ് ടൂൾ വെച്ചിട്ടൊന്ന് എറേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് ഫോട്ടോസും തമ്മിലൊന്ന് ബ്ലെൻഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഓവറിലേക്ക് ഒരു കർവ് ലെയറും കൂടെ ആഡ് ചെയ്യാം. കുറച്ച് ഡാർക്ക്നെസ് ഫീൽ ചെയ്യാം. അപ്പോൾ അതിനെ ക്ലിപ്പിംഗ് മാസ്ക് ആയിട്ട് ആ ഒരു കർവ് ആഡ് ചെയ്തു. അപ്പോൾ ആ ഒരു ലെയറിന് കുറച്ച് ഡാർക്ക് വേണം. ഇനി വീണ്ടും ആ ഓവർലേയുടെ മാസ്ക് സെലക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം കൂടി ഇതുപോലെ എറേസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അടുത്ത പരിപാടി, ഈ ഒരു ലെയറിനെ റെസ്റ്ററൈസ് ചെയ്തതിനു ശേഷം ക്ലോൺ ടൂൾ എടുത്തിട്ട് ഈ കാണുന്ന ഭാഗം ഒന്ന് ക്ലോൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ കുറച്ച് ഹൈലൈറ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനെ ഒന്ന് ക്ലോൺ ടൂൾ ഉപയോഗിച്ചിട്ട് മറച്ചു കൊടുക്കുക. ഇനി വീണ്ടും മാസ്ക് ലെയർ തന്നെ സെലക്ട് ചെയ്തിട്ട് ആ ഭാഗം ഒന്ന് എറേസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യുക. ഇനി മാസ്കിൽ ഇതുപോലെ ഒരു റാൻഡം ആയിട്ടൊരു സെലക്ഷൻ കൊടുക്കുക. എന്നിട്ട് മാസ്കിൽ ബ്ലാക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു സംഭവം കിട്ടും. അതെന്താ വെച്ചാൽ ഈ പാറക്കല്ലൊക്കെ ഷാഡോ അടിച്ചിട്ട് നിൽക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ ഒരു സെലക്ഷനെ കൊടുത്ത് വീണ്ടും അതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ലെയേഴ്സിനൊക്കെ പേര് കൊടുത്താൽ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറ്റും. ഒരുപാട് ലെയർ ഉണ്ടെങ്കിൽ കേട്ടോ, ഇത് കുറച്ച് ലെയർ ഉള്ളൂ. ഈ 3 ലെയറിനെ സെലക്ട് ചെയ്യാം. എന്നിട്ടൊരു ഗ്രൂപ്പാക്കി ആ ഗ്രൂപ്പിനൊരു മാസ്ക് കൊടുത്തു. എന്നിട്ട് ആ മാസ്ക് സെലക്ട് ചെയ്തിട്ട് ഈ കാണുന്ന ഭാഗത്ത് ഞാനൊരു സെലക്ഷൻ കൊടുക്കുകയാണ്. ഇതിനപ്പുറത്ത് നമുക്ക് സ്കൈ കാണുന്ന രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് സെലക്ട് ചെയ്ത ഭാഗത്ത് ബ്ലാക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ മാസ്കിൽ എറേസ് ആയി പോയിക്കോളും. ഇനി വേണ്ട ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിൽ, അതായത് ഗ്രൂപ്പ് ലെയറിൻ്റെ താഴെ ഇട്ട് കൊടുക്കുക. ആ സ്കൈക്ക് കുറച്ച് ബ്രൈറ്റ്നെസ് കുറവായതുകൊണ്ട് പുതിയൊരു കർവ് ആഡ് ചെയ്തിട്ട് ക്ലിപ്പിംഗ് മാസ്ക് ആക്കി കൊടുത്തിട്ട് അതിനെ ബ്രൈറ്റൻ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ മാറ്റാം. ഡബിൾ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ തംബ്നെയിലിൽ. അപ്പോൾ കളർ മാറ്റാൻ പറ്റും. ഞാൻ തൽക്കാലം ഒരു ബ്ലൂ കൊടുക്കുന്നു. അതിനുശേഷം ഒരു പുതിയ ലെയർ ആഡ് ചെയ്യാം. ഇതെന്താണെന്ന് വെച്ചാൽ ഷാഡോ കൊടുക്കാനായിട്ട് 4 ഭാഗത്തുനിന്ന് വരുന്നൊരു ഷാഡോ. അപ്പോൾ ഞാൻ മാനുവലായിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. ബ്രഷ് ടൂൾ എടുത്തിട്ട് ബ്ലാക്ക് സെലക്ട് ചെയ്തിട്ട് മാനുവലായിട്ട് ഇങ്ങനെ കൊടുത്തു. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ സെലക്ട് ചെയ്തിട്ട് ഒന്നും കൂടി നമുക്കതിന് ഡാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫേസിലുള്ള ഹൈലൈറ്റിൻ്റെ കളർ ബാക്ക്ഗ്രൗണ്ടായിട്ടൊന്ന് മാച്ച് ചെയ്യിപ്പിക്കണം. അതിനായിട്ട് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് താഴെ സബ്ജക്റ്റ് ലെയർ സെലക്ട് ചെയ്യുന്നു. എന്നിട്ടൊരു സോളിഡ് കളർ കൂടെ അതിൻ്റെ മേലെ ആഡ് ചെയ്യുന്നു. അതിനെ ക്ലിപ്പിംഗ് മാസ്ക് ആയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ബ്ലൂ സെലക്ട് ചെയ്തു. അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കില്ല, ചിലപ്പോൾ അത് മാറ്റേണ്ടി വരും. സെലക്ട് ചെയ്തിട്ട് ഇതിനെ ക്ലിപ്പിംഗ് മാസ്ക് ആയിട്ട് കൊടുക്കുന്നു. ഇനി അതിൻ്റെ ബ്ലെൻഡിങ് ഓപ്ഷൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ ഒരുപാട് ഡാർക്കായി. അപ്പോൾ വീണ്ടും നമ്മൾ ആ ഒരു ലെയർ എഡിറ്റ് ചെയ്യണം. അതിൻ്റെ കളർ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള രീതിയിൽ മാച്ച് ആവുന്ന കളർ വെച്ചിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ നിന്ന് വരുന്നൊരു ലൈറ്റ് ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു കളർ ഫില്ലിൻ്റെ ഈ മാസ്ക് സെലക്ട് ചെയ്തിട്ട് ആ ഭാഗത്തുള്ള കളറൊന്ന് മായ്ച്ച് കളയാം. അവിടെ നിന്ന് ലൈറ്റ് വരുമ്പോൾ എവിടെയൊക്കെ ഹിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ ഒരു ലെയറിൻ്റെ കോപ്പി എടുത്തിട്ട് അതിൻ്റെ കളർ നമുക്കൊരു ഓറഞ്ച് കളർ കൊടുക്കാം. എന്നിട്ട് ആ മാസ്കിനെ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഐ ക്ലിക്ക് ചെയ്തിട്ട് ഇൻവേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എറേസ് ചെയ്ത ഭാഗത്തേക്ക് ആ ഒരു കളർ ഫില്ലാവും. പക്ഷേ ഇത് കുറച്ച് മാച്ച് ആവാത്ത രീതിയിലുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും അതിനൊന്ന് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ലൈറ്റ് കൂടുതൽ ദൂരത്തേക്ക് സഞ്ചരിക്കും തോറും കുറച്ച് റെഡായിട്ട് വരും. അപ്പോൾ അങ്ങനത്തെ കുറച്ചും കൂടി റെഡായിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഹെയറിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ കുറച്ച് ഹൈലൈറ്റ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ലെയറിൻ്റെ തൊട്ട് മേലായിട്ട് പുതിയൊരു ലെയർ ആഡ് ചെയ്തിട്ട് ബ്രഷ് ടൂൾ ഉപയോഗിച്ചിട്ട് ബ്ലാക്ക് കൊണ്ട് വളരെ ചെറിയ രീതിയിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. സംഭവം ഏകദേശം എല്ലാം കഴിഞ്ഞു. എന്നിട്ട് ഫുൾ ഇമേജിനെ ഒരു മെർജ് ചെയ്തിട്ട് ഒരു സാമ്പിൾ എടുക്കുന്നു. ആ സാമ്പിളിൽ നമുക്ക് ക്യാമറ റോ കൊടുക്കുക. അപ്പോൾ ഇവിടെ സെറ്റിങ്സ് ഒന്നുമില്ല. ഞാൻ കുറച്ച് കോൺട്രാസ്റ്റ് ലുക്ക് വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളൂ. അങ്ങനെ ഒരു കോൺട്രാസ്റ്റ് ലുക്ക് കിട്ടിയതിന് ശേഷം അവിടെ ഓക്കെ കൊടുത്തു. ഓക്കെ, ഇവിടെ ചെറിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആകുമ്പോൾ ഇങ്ങനെ ഒരു ഫെയ്ഡ് വരുമ്പോൾ അതൊരു ബാൻഡിങ് രൂപത്തിൽ വരും. ആ ഒരു ഫെയ്ഡ് ഒരു കട്ടയായിട്ട് പോകുന്നുണ്ടല്ലേ, അത് മാറ്റാനായിട്ട് കുറച്ച് ചെറിയ നോയ്സ് കൊടുത്താൽ മതി. അപ്പോൾ ഒരു പുതിയൊരു കോപ്പി എടുത്തിട്ട് അതിന് നോയ്സ് കൊടുത്തു. ഇപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ വീഡിയോ സജസ്റ്റ് ചെയ്യാണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.